അയ്യോ നീന്താൻ പറ്റില്ല. ഒരു കൈ ക്യാമറ, ഒരു കൈ കുടം. നീന്താൻ വയ്യ, ക്യാമറ പിടിച്ചേ. രാവിലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളം ചാടിയേക്കാം. നമുക്ക് കുടം വെച്ച് നീന്തിപ്പോ എല്ലാം ട്രൈ ചെയ്യണമല്ലോ. ക്യാമറ ഒന്ന് മുക്കിയാലോ? വേണ്ടേ? ഹായ് എവരിവൺ, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് ടെക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലെ പ്ലസൻറ്റ് വാലി റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണുള്ളത്, അട്ടപ്പാടിയിൽ. അപ്പോൾ ഇവിടെ ചെറിയൊരു പൂളുണ്ട്. രാവിലെ തന്നെ അങ്ങോട്ട് പോയി കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഫുള്ള് വാഴത്തോപ്പും ചേമ്പും. ഇതിൻ്റെ ഇടയിലൂടെ വേണം ആ പൂളിലേക്ക് പോകാൻ. ഇതാണ് നമ്മുടെ പൂൾ. കണ്ടാ? ഭയങ്കര തണുപ്പ്, കാറ്റ്, ഭയങ്കര കാറ്റ്. രാവിലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളം ചാടിയേക്കാം. ചാടാൻ മിസ്റ്റർബി ചാടുന്ന പേടി വരുന്നു. ഇങ്ങനെ തലയും കുത്തുണ്ട് ചാടാൻ. ഞാൻ ചാടുന്നത് ക്യാൻസൽ ചെയ്തു, നേരെ പിടിക്കുന്നത്. ചാടുന്നത് ക്യാൻസൽ ചെയ്തു. ഇവിടെ നിന്ന് ഇറങ്ങി നീന്താ. ഐസ് പോലെ ഇരിക്കുന്നത്, ഐസ്. വെള്ളത്തിന് വേണ്ടി നടത്തില്ല. തണുപ്പില്ലേ? നമുക്ക് ക്യാമറ ആയിട്ടൊന്ന് നീന്തിയാലോ? ക്യാമറ ആയിട്ടൊന്ന് നീന്തിപ്പോ, റിസ്ക് എടുക്കണ്ട. വാഴപ്പിണ്ടി ഉണ്ട്. നമുക്ക് വാഴപ്പിണ്ടി ആയിട്ട് നീന്തിപ്പോ. കൊള്ളാ. ഈ ക്യാമറ എല്ലാം വന്നൊന്ന് മേടിച്ച. ക്യാമറ കൈമാറുകയാണ് മുകളിലേക്ക്. നീന്താൻ അറിയാത്തവർക്ക് വാഴപ്പിണ്ടി അല്ലേ, നാച്ചുറലാ, നാച്ചുറൽ. നമ്മുടെ കയ്യിൽ കുടമുണ്ട്, കുടം. നമുക്ക് ഈ കുടം വെച്ച് നീന്തിപ്പോ എല്ലാം ട്രൈ ചെയ്യണമല്ലോ. ഇത് വരുന്നില്ല അങ്ങോട്ട്. അയ്യോ നീന്താൻ പറ്റില്ല. ഒരു കൈ ക്യാമറ, ഒരു കൈ കുടം. നീന്താൻ വയ്യ, ക്യാമറ പിടിച്ചേ. ക്യാമറയും കൂടെ മുക്കണം ആഗ്രഹമുണ്ട്. ക്യാമറ വാട്ടർ പ്രൂഫാണ്, പക്ഷെ ഒരു പേടി. തണുപ്പ് തണുപ്പ്. ക്യാമറ ഒന്ന് മുക്കിയാലോ? വേണ്ടേ? കുഴപ്പമൊന്നും വന്നില്ലെന്ന് തോന്നുന്നു. ക്യാമറ എന്തായാലും ഇനി മുക്കിയേക്കാം. 10 മീറ്റർ. ഫുള്ള് പാറയാണ്. രണ്ട് സൈഡിൽ രണ്ട് കുന്നുകൾ ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് അതിന്റെ താഴെ വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് പാറയാണ് താഴെ. അതിന്റെ ഇടയിലാണ് ഈ വെള്ളം നിൽക്കുന്നത്. നല്ല ക്ലിയർ വാട്ടർ, അതുപോലെ തന്നെ നല്ല തണുപ്പും. അങ്ങനെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ചു പോവാം. അപ്പോൾ ഇത് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ല, രണ്ട് കുന്നുകൾക്കിടയില്ല. അവിടെ ഒരു കുന്ന് കാണാം, അതുപോലെ തന്നെ ഈ ഒരു കുന്നാണ്. ഈ രണ്ട് കുന്നിൻ്റെയും സെൻട്രലാണ് ഈ വെള്ളം നിൽക്കുന്നത്. രണ്ട് സൈഡിലും കൃഷിയാണ് കേട്ടോ. രാവിലെ 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ നല്ല കാറ്റ്, നല്ല തണുപ്പ്. നമുക്ക് പോകാനുള്ള വഴിയാണ്. ഇനി നേരെ കൊട്ടയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കൊട്ടേജ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻറ്റ് വാലി ഇവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഉള്ളൂ. സൈലൻറ്റ് വാലിയിലേക്ക് പോകണം. അതേപോലെ തന്നെ 1-2 വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ, അട്ടപ്പാടി വ്യൂ പോയിൻ്റ്, അവിടേക്കും പോകണം. ഇതാണ് ഇന്നത്തെ മെയിൻ പ്രോഗ്രാംസ്.
അപ്പോൾ പോകാനായിട്ട് നമ്മൾ വന്നത് ഐ10 കാറിലാണ് ഹുണ്ടായുടെ. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ ജീപ്പുണ്ട്, ജീപ്പിൽ പോകാം. അത് പാക്കേജിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് അല്ല, എക്സ്ക്ലൂഡിങ് ആണ്. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പിൽ പോകാം. കാരണം ഇവിടെ ഫുള്ള് ഹൈ റേഞ്ച് ആയതുകൊണ്ട് കാറ് കയറി പോകും. പക്ഷേ ഹൈ റേഞ്ചിൽ വന്നിട്ട് ജീപ്പിൽ പോകുന്നതിൻ്റെ ഒരു ഫീല് വേറെ അല്ലേ. അപ്പോൾ ഇന്ന് ജീപ്പിലാണ് ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം, യാത്ര പോകണം. എല്ലാവരും ഉണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ. എല്ലാവരും അകത്ത് കയറി. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അസാധ്യ തണുപ്പ്. കാറ്റും ഭയങ്കരം കാറ്റ്. ഇപ്പം വെയിൽ വീണിട്ടുണ്ട്, നല്ല രീതിയിൽ വെയിൽ വീണ് വരുന്നുണ്ട്. പക്ഷേ കാറ്റും തണുപ്പും. മണി 9 കഴിഞ്ഞ് വന്നിട്ടും നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. വലിയൊരു ഏരിയ ആണ്. ഈ വലിയൊരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് കുട്ടികളോടൊപ്പമൊക്കെ എന്താണ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഭയങ്കര സെക്യൂറാണ്. ഫുള്ള് ക്യാമറയാണ്. ബാക്കിൽ കണ്ട ക്യാമറ വയ്ക്കുന്നുണ്ട്. എല്ലായിടത്തും ക്യാമറ ഉണ്ട്. വേറെ ഇവിടെ പ്രദേശത്തൊന്നും അടുത്തൊന്നും ആരുമൊന്നും ഇല്ല. എല്ലാം നല്ല ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ പേടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാറ്റ് ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഇവിടെ കാറ്റുണ്ട്. ഇതുവരെ ആ കാറ്റ് നിന്നിട്ടില്ല. രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരം കാറ്റ്. എന്താണ് നമ്മൾ സൗദിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, സൗദിയിൽ അല്ലെങ്കിൽ UAE നിന്നിട്ടുള്ളവർക്കറിയാം. അതേപോലത്തെ ഒരു തണുപ്പാണ് ഇവിടെ. കണ്ടിന്യൂസ് കാറ്റ്, തണുപ്പ്, ഒരു രക്ഷയില്ല കേട്ടോ. മൂന്നാർ പോലെയൊന്നുമല്ല. മൂന്നാറോ അല്ലെങ്കിൽ മറ്റുള്ള ഹിൽ സ്റ്റേഷൻസോ പോലെയല്ല. മൂന്നാറൊന്നും ഇങ്ങനെ കാറ്റുണ്ടാവാറില്ലല്ലോ, നല്ല തണുപ്പല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ കണ്ടിന്യൂസ് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു വലിയ പ്ലാന്റിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ചുറ്റിനും കൃഷിയാണ്. അതായത് തെങ്ങില്ല, കവുങ്ങുണ്ട്, വാഴയുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്. അങ്ങനെയുള്ള കുറേ സാധനങ്ങളുടെ നടുവിലാണ് നമ്മൾ താമസിക്കുന്നത്. ബാക്കിലേക്ക് നോക്കിയാൽ കണ്ട, അതിന് ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ്. നമ്മുടെ കുഞ്ഞുണ്ടാപ്പറേ തലയിലൊന്നും ഇടാത്തവനാ. തലയിൽ എന്ത് വെച്ച് കൊടുത്താലും പറിച്ച് കളയുന്നവനാണ്. പക്ഷേ ഇപ്പോഴത്തെ കുപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം തണുപ്പ് ഇല്ലേ? തണുപ്പുണ്ടോടാ? തണുപ്പുണ്ടായി. ഇത് വേണം. ഞാൻ ഇനി ഇത് മഫ്ലർ ഇട്ട് കൊടുക്കാം. ഒരു തരാം. അത് വരത്തില്ല, ഇത് വരെ. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടാ? തണുപ്പിനാണ് ആന്ന് കാണിക്കുന്നത്. തണുപ്പുണ്ടാ? ബാ എടുക്കാം, ബാ. അവൻ്റെ കാറിൽ പോകണമെന്ന്. നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് പോട്ടാ.